ചൈനയ്ക്ക് സ്വന്തം താല്പര്യങ്ങളുണ്ട്. രാഷ്ട്രീയത്തിലും സാമ്പത്തികത്തിലും വ്യാപാരത്തിലും. അവർ അത് വിട്ട് ഒരു കളിക്കും നിൽക്കില്ല. മോഡി സർക്കാർ എവിടെയാണ് നിന്നിരുന്നതെന്ന കൃത്യമായ ബോധ്യവും അവർക്കുണ്ട്. സംഘർഷാവസ്ഥ അയയുന്നതിന്റെ ഗുണമുണ്ടാകുമെന്നല്ലാതെ ഒന്നുമുണ്ടാകാൻ പോകുന്നില്ല. SCO ഉച്ചകോടിയിൽ നിന്ന് ഉജ്ജ്വലമായ പടങ്ങൾ വന്നു. പക്ഷേ സോളിഡായ ഒരു പ്രഖ്യാപനം പോലും ബീജിംഗിൽ നിന്നുണ്ടായില്ലല്ലോ. ചൈനയ്ക്കെതിരെ ട്രംപ് തീരുവയുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ അത് അവസരമാക്കാമെന്ന് കരുതി പമ്മിയിരിക്കുകയായിരുന്നു മോഡി. അർത്ഥവത്തായ വിമർശനമുയർത്തി ആഗോള പ്രതിരോധത്തിന് നേതൃത്വം നൽകാൻ ഇന്ത്യ തയ്യാറായില്ല. ചൈനയ്ക്കെതിരെ US ഉണ്ടാക്കിയ ആസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ, US തുടങ്ങിയ ക്വാഡ് സഖ്യത്തിന്റെ മേഖലയിലെ വക്താവായി വിലസുകയായിരുന്നു ഈ അടുത്ത കാലം വരെ ഇന്ത്യ. എന്നിട്ടിപ്പോൾ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ഗാൽവനും ദോക്ലാമും മറന്ന് ചൈനയെ ശത്രുവല്ല പങ്കാളിയായി പ്രഖ്യാപിച്ചാൽ ആര് വിശ്വസിക്കും?